ഹായ്. ഇന്നുണ്ടല്ല ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് നമ്മളെ നാട്ടിൽ തന്നെ ഒരു ഗിഫ്റ്റ് ബോക്സ് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ബോക്സിൻ്റെ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ടല്ലേ സതി? അപ്പോൾ ഇന്നലെ പൂർത്തിയായതിന് എനിക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പോയിട്ട് അതൊന്ന് കാണട്ടെ. അപ്പോൾ ഞാൻ കാണുമ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ഇതാ ഇവിടെ നിന്നാണ് ആക്കിയിട്ടില്ല കേട്ടോ, നമ്മളൊരു സുഹൃത്താണ് ആക്കുന്നത്. പിന്നെ ഈ ഗിഫ്റ്റ് ബോക്സ് എന്നാന്നുള്ളത് മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് തിരിയില്ല, അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലിടാം. ഇതാണ് കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ്. ഇതിൻ്റെ മുകളിൽ അർച്ചാക്കണം അല്ലേ? അർച്ചാക്കണം. നല്ല സ്ട്രോങ്ങിലാക്കിയെന്ന് ചോദിച്ചു ഉന്തിയാ പോകുന്നില്ല. ഇങ്ങനെ വരുന്നുണ്ടല്ലേ? ഇതെല്ലാം പൊളിച്ചാലുണ്ടല്ലേ? സ്റ്റിക്കർ ഇതെല്ലാം പറയുന്നത് കേട്ടോ. നമ്മള് കളർ ആദ്യം റെഡ് ചെയ്ത് സെലക്ട് ചെയ്തല്ലേ, പിന്നെ ഈ കളറിലേക്ക് പറയാ. ഇതാണ് ഇതിന്റെ കളർ കേട്ടാ. സൈഡിൽ ഇങ്ങനെ ഒരു വൈറ്റ് അല്ലേ? ഓ എന്റെ ഉള്ളു നോക്കിട്ടെ, കുഴപ്പമില്ലല്ലേ? സൗകര്യം ഉണ്ടല്ലേ രജു? എത്ര കള്ളി? 2, 6, 12 കള്ളികളല്ലേ? എല്ലാം ഒരേ വലുപ്പത്തിലാക്കിയ അതല്ല ഞാൻ വിചാരിച്ചതറിയാവോ, അഥവാ നീട്ടുള്ള എന്തെങ്കിലും സാധനം വെക്കണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റ് ഉള്ളത് വീതി ഉള്ളത് മതിയല്ലേ? അപ്പോൾ ഇതാ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല വലുപ്പത്തിൽ തന്നെ ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ആക്കുന്നില്ല, നമ്മൾ നല്ല വലുപ്പത്തിൽ നല്ല സൗകര്യത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് സാധനം കൊണ്ടുവെക്കൽ എന്നുള്ളതാണ് കാര്യം. എനിക്കൊന്ന് നമ്മളെ നാട്ടുകാരൊക്കെ നല്ല സഹകരണമാണ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ സാധനം ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും വേണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് പറയാനുള്ളത്. എന്നുവെച്ചാൽ നീ വെക്കൂലേ സാധനം? എന്നാ വെക്കുക? ഞാൻ എന്തെങ്കിലും വെച്ചോളാം. എന്നാലും പറ. പിന്നെ ഇതാ നമ്മളെ ഗിഫ്റ്റ് ബോക്സ് ആക്കിയാളിതാ നിജു. ഞാൻ നേരത്തെ വരുമ്പോൾ പറഞ്ഞില്ലേ നമ്മൾ ഒരുപാട് വീഡിയോസിൽ അഭിനയിച്ചിട്ട് ഇവരാണ് പണിക്ക് വരും പോലെ നിജു വാ വെറുതെ വീഡിയോ ഒക്കെ മോനെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിജുവിനെ കൊണ്ട് കുറച്ച് വീഡിയോയിലാക്കിച്ചിന്. പിന്നെ ഇവൻ്റെ പണി കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കണ്ടീഷനായിട്ട് പണി ആക്കിയിട്ടുണ്ട് കേട്ടോ. നിജു കഷ്ടപ്പെട്ട കുറച്ച്. പിന്നെ ഇവൻ പറഞ്ഞ് ചോട്ടാ നിങ്ങൾക്കായുണ്ടല്ലോ ഫ്രീ ആയിട്ട് ചെയ്തിരുന്നു പറഞ്ഞു അല്ലേ ജു? നല്ല പൈസ വാങ്ങിട്ട് കേട്ടോ, ഫുൾ പൈസ വാങ്ങിയിട്ട് ആൾ ചെയ്യുന്നത്. പറഞ്ഞു ചോട്ടാ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, നിങ്ങളൊന്ന് തന്നാൽ എളുപ്പമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുൾ ക്യാഷും കൊടുത്തിട്ട് സെറ്റാക്കിയതാണ് ആള്. അപ്പോൾ നിജു അങ്ങനെ തന്നാ പിന്നെ ശരി. അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് ബോക്സ് കണ്ടല്ല, അപ്പം എത്രയും പെട്ടെന്നല്ലേ ശ്രുതി? എത്രയും പെട്ടെന്ന് തന്നെ നമ്മളിത് നമ്മളെ ഉദ്ദേശിച്ച സ്ഥലത്ത് സ്ഥാപിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പേര് നമ്മളിട്ടത് ബൈജു ജീസൺസ് തന്നെ ആക്കി കേട്ടോ. അതായത് നമ്മളെ ചാനലിൻ്റെ പേരാണ് നമ്മൾ ഗിഫ്റ്റ് ബോക്സിന് ഇട്ടിട്ടുള്ള ബൈജു ജീസൺസ് ഗിഫ്റ്റ് ബോക്സ് എന്ന് ഇട്ടിട്ടുള്ള. നമ്മളെ ഷോപ്പിൽ നിന്ന് പിള്ളേർ പറഞ്ഞ് ജ്വല്ലറിൻ്റെ പേര് ഇട്ടൂടെ ബൈജോട്ടാ, ജീസൺസ് ഗോൾഡിൽ നിന്ന് ഇട്ടൂടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് നമ്മളെ അത്യാവശ്യം ഫേമസ് ആക്കിയത് നമ്മളെ ചാനലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ചാനലിനോടുള്ള ബഹുമാനം കൊണ്ട് ചാനലിൻ്റെ പേരിടുന്നുള്ള രീതിയിലേക്ക് അങ്ങനെ തീരുമാനിച്ചല്ലേ ശ്രുതി? ബൈജു ജീസൺസ് ഗിഫ്റ്റ് ബോക്സ് എന്നാണ് നമ്മളെ ഗിഫ്റ്റ് ബോക്സിൻ്റെ പേര്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഇതിനെ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയും പെട്ടെന്ന് നമ്മളൊരു ഡേറ്റ് കണ്ടിട്ട് അത് അവിടെ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരുടെയും സഹകരണവും പിന്നെ അനുഗ്രഹവും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നല്ലേ ശ്രുതി? അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.